ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു സൈക്കോ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബ്ലഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ചാനലാണെങ്കിൽ 1,00,000 കഴിഞ്ഞിട്ട് അനങ്ങാതെ സ്റ്റില്ലായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. ഒരനക്കവും മുന്നോട്ടില്ല. അതുകൊണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ അധികമായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ മൂവിയുടെ തുടക്കത്തിലെ ഒരു മരുഭൂമി പ്രദേശം, അതിന് നടുവിലൂടെ ഒരു കാർ മാത്രം ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ ആ ഒരു കാറിന് മുന്നിലായിട്ട് ഒരു പെണ്ണ് ദേഹം മുഴുവൻ മുറിഞ്ഞിട്ട് നടന്നിങ്ങനെ പോകുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കാറിലിരിക്കുന്നത് ഒരു സൈക്കോ കൊലയാളിയും ആ ഒരു പെണ്ണിനെ കൊല്ലാനായിട്ടാണ് പോകുന്നതെന്നും. അങ്ങനെ കുറെ ദൂരം ഈ ഒരു പെണ്ണ് മുന്നിലേക്ക് നടന്നു പോയിട്ട് ഇപ്പൊ അവളെ കൊണ്ട് നടക്കാൻ പോലും കഴിയുന്നില്ല. അവൾ നേരെ താഴേക്ക് വന്ന് വീഴും. അപ്പോഴേക്കാണ് ആ ഒരു കാർ ഓടിച്ചവൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് കുടിക്കാനായിട്ട് ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ ആ ഒരു പെണ്ണായാലും അതെടുത്ത് പെട്ടെന്ന് തന്നെ കുടിക്കുകയാണ്. നിർത്തുന്നില്ല. ഒരുപാട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു കൊലയാളിയാണെങ്കിലോ ഒരു തോക്കെടുത്ത് അവളുടെ തലയിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അവളായാലും അവളെ കൊല്ലരുതെന്നുള്ള രീതിയിൽ കരയുന്നുണ്ട്. അപ്പോഴേക്കും അവൻ ആ ഒരു തോക്കെടുത്ത് താഴെ കിട്ടിയിട്ടാണ് പറയുന്നത്, ഓക്കെ, ഈ ഒരു തോക്കില് ഒരു ബുള്ളറ്റ് ഉണ്ട്, നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ആ ഒരു ബുള്ളറ്റ് തോക്കിൽ ലോഡ് ചെയ്തിട്ട് അവനെ കൊന്നിട്ട് പോകാനായിട്ട് പറഞ്ഞ് അവൻ പുറകിലേക്ക് നടക്കുമ്പോൾ ഈ ഒരു പെണ്ണായാലും പെട്ടെന്ന് ആ ഒരു തോക്ക് കൊടുത്തിട്ട് അതിനകത്തേക്ക് ആ ഒരു ബുള്ളറ്റ് പെട്ടെന്ന് ഇങ്ങനെ കയറ്റാണ്. അതുപോലെ നല്ല ക്ഷീണമായതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അവളായാലും ഒരു വിധത്തില് ആ ഒരു തോക്കെടുത്ത് അതിലെ ബുള്ളറ്റിൽ ലോഡ് ചെയ്ത് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു സൈക്കോ ഇപ്പോൾ തന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പെണ്ണിനെ ഇടിച്ച് തെറിപ്പിച്ച് അവളെ അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ഈ ഒരു മരുഭൂമി ഉണ്ടല്ലോ അതിലൂടെ ഒരു കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അതുപോലെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ അവളുടെ സഹോദരി ഫോണിൽ അവളോട് സംസാരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ അവളുടെ അച്ഛനുമായിട്ട് വഴക്കിട്ടിട്ട് ഇനി താൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, തന്റെ കാര്യം താൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് കാറും എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു സഹോദരി ഇവളെ വഴക്ക് പറയുന്നത്. അതുമല്ല അവൾ പറയുന്നുണ്ട്, അപ്പൊ നീ മറന്നുപോയോ, നീ ജയിലിൽ പോയപ്പോൾ നിന്നെ ഇറക്കാനായിട്ട് വന്നത് നമ്മുടെ അച്ഛനാണ്, അവനും അത്രയും നല്ലതൊന്നും അല്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ഇപ്പോൾ തിരിച്ചു വന്ന് നീ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറയുമ്പോൾ ഹീറോയിനായാലും അതൊന്നും വലിയ കാര്യമൊക്കാതെ നീ എന്നെ എന്തായാലും അമ്മയെ പോലെ അഡ്വൈസ് ചെയ്യേണ്ട, എന്റെ കാര്യം എന്താണെന്ന് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൾ ആ ഒരു കാർ ഓടിച്ചടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വന്ന് പെട്രോൾ ഇങ്ങനെ ഫില്ല് ചെയ്യാണ്. അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അടുത്തായിട്ട് തന്നെ ഒരു പോലീസുകാരൻ ഇവളുടെ സഹോദരി സംസാരിക്കുന്ന ആ ഒരു കാര്യം കേട്ടിട്ട്, എന്തു പറ്റി, ഭർത്താവുമായിട്ട് വഴക്കാണോ? എന്ത് ഭർത്താവോ? ഭർത്താവൊന്നല്ല, എന്റെ സഹോദരിയാണ്. ഓ അങ്ങനെയാണല്ലേ, എനിക്കൊരു സഹോദരനുണ്ട്, വെറുതെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും എന്നെല്ലാം പറഞ്ഞ ആ ഒരു പോലീസുകാരൻ അവളുടെ കാർ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ്. എന്നിട്ടാണ് പുറകിലേക്ക് വന്നിട്ട് പറയുന്നത്, അല്ല നിന്റെ കാറിന്റെ ടയർ ഉടനെ തന്നെ കേടാവുമല്ലോ, ഇങ്ങനെ നീ ഓടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അധികം നാൾ എന്തായാലും ഈ ഒരു ടയർ ഉണ്ടാവത്തില്ല. അപ്പൊ അവള് പറയും, ഹേയ് അതൊന്നും കുഴപ്പമില്ല സാർ, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, ഓക്കെ അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവള് പറയും, ഇല്ലല്ല വേണ്ട, നിങ്ങൾ തന്നെ കുടിച്ചോ, എനിക്ക് പോയിട്ട് കുറച്ച് ജോലികളുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ അകത്തേക്ക് കയറി പോകുന്നു. എന്നിട്ട് അയാളായാലും 2 കൂൾ ഡ്രിങ്ക്സും വാങ്ങിയിട്ട് നേരെ വെളിയിലേക്ക് വന്ന്, ദേ നല്ല വെയിലുണ്ട്, ഇപ്പൊ കുടിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ, ഇല്ല ഓഫീസർ എനിക്ക് ആവശ്യമില്ല, ഞാൻ എന്തായാലും ഫ്യൂവല് ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ഞാൻ പോകാൻ പോവാണെന്ന് പറയുമ്പോൾ അയാളായാലും പെട്ടെന്ന്, ഏയ് കുറെ നേരം ആയാലും നീ ഓഫീസർ എന്ന് പറയുന്നു, ഞാൻ ഈ ഒരു നാട്ടിലെ ഷെരീഫാണ്, അതുകൊണ്ട് എന്നെ ഓഫീസർ എന്ന് വിളിക്കരുത്, ഷെരീഫ് എന്ന് വിളിക്കാൻ പറയുമ്പോൾ ഓക്കെ ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആയാലും ഇപ്പൊ അധികം ഒന്നും സംസാരിക്കാതെ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അതുമല്ല ഇത്തവണ നമ്മുടെ ഹീറോയിൻ ഈ ഒരു മരുഭൂമി റോഡായതുകൊണ്ട് തന്നെ കാറുകളൊന്നും അധികം ഇല്ല, അതുകൊണ്ട് നല്ല വേഗതയിൽ കാർ ഓടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഒരു പോലീസുകാരൻ എവിടെ നിന്നോ ഈ ഒരു വണ്ടി ഇത്രയും സ്പീഡിന് പോകുന്നത് കൊണ്ട് തന്നെ പുറകെ ഇങ്ങനെ വരുന്നു. അപ്പൊ ഇത് കണ്ട ഹീറോയിൻ ആയാലും അവളുടെ സഹോദരിയോട് പറയുന്നുണ്ട്, ഏയ് ഞാനിപ്പോ നല്ല സ്പീഡിന് വണ്ടി ഓടിച്ചത് കൊണ്ട് തന്നെ ഒരു പോലീസുകാരൻ എന്നെ തടഞ്ഞു നിർത്തി, നീ എന്തായാലും ഫോൺ കട്ട് ചെയ്തു, ഞാൻ എന്തായാലും അയാളെ പറഞ്ഞ് വശീകരിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു പോലീസുകാരനെ ഫ്ലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് മുടിയെല്ലാം നേരെയാക്കി അതേപോലെ തന്നെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കുറച്ച് നല്ലതായിട്ട് തന്നെ മേക്കപ്പ് എല്ലാം ചെയ്യാണ്. അങ്ങനെ ആ ഒരു പോലീസുകാരനായാലും അവിടേക്ക് വന്ന് അവളുടെ ID കാർഡ്, പേപ്പർ, മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഹീറോയിൻ, ഓ ഓഫീസർ നിങ്ങളാണോ, സോറി നിങ്ങൾ ഓഫീസർ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ, ഓക്കെ ഷെരീഫ് മറന്നുപോയോ, നമ്മൾ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടിരുന്നു, നിങ്ങളായാലും കൂൾ ഡ്രിങ്ക്സ് എല്ലാം തന്ന് കുടിക്കാനായിട്ട് പറഞ്ഞിരുന്നില്ലേ, മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല ഞാൻ മറന്നിട്ടില്ല, അല്ല നിങ്ങൾ ഈ ഒരു ഹൈവേയിലൂടെ 150 കിലോമീറ്റർ സ്പീഡ്, അത് ഓവർ സ്പീഡാണ്, അതുമല്ലാതെ രണ്ടാമത് നിങ്ങൾ എന്റെ കാറിലെ ലൈറ്റ് കേടാക്കി എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, എന്ത് നിങ്ങളുടെ കാറിലെ ലൈറ്റോ, ഇല്ലില്ല അത് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ കാറിന് അടുത്തേക്ക് പോലും ഞാൻ വന്നിട്ടില്ല, പിന്നെ ഇങ്ങനെ നിങ്ങളുടെ കാറിന്റെ ലൈറ്റ് ഞാൻ കേടാക്കും, അത് വേറെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു പോലീസുകാരനായാലും ഹീറോയിനോട് പറയും, ഓക്കെ ശരി നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ നേരെ അവന്റെ കാറിനകത്തേക്ക് കയറിയിട്ട് ഇപ്പോ ഹീറോയിന്റെ കാറിലേക്ക് തന്നെ നല്ല സൂക്ഷിച്ച് ഒരു വല്ലാത്ത നോട്ടം ഇങ്ങനെ നോക്കാണ്, ഭയങ്കര വൃത്തിയായിട്ട നോട്ടം. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ ആ ഒരു പോലീസുകാരൻ വീണ്ടും ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് ഇതിനുള്ള ഫൈൻ ഇങ്ങനെ എഴുതി കൊടുക്കാണ്, അത് ഒരു $1000, ഇത് അടച്ചിട്ട് നീ കാർ എടുത്തിട്ട് പോകാൻ പറയുമ്പോൾ, എന്ത് $1000, ഇത്രയും പണമൊന്നും എന്റെ കയ്യിലില്ല. അപ്പൊ ആ ഒരു പോലീസുകാരൻ പറയും, ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് വാ, അല്ലാന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയിട്ട് അവരെന്ത് ഫൈനാണോ തരുന്നത് അതും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിക്കോ.
സാർ അത്രയും പണമൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, വെറുതെ ഒന്ന് വാൺ ചെയ്തിട്ട് വിട്ടാ പോരെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓക്കെ, നിന്നെ കണ്ടിട്ടും പാവത്തെ പോലെ തോന്നുന്നുണ്ട്, എന്റെ കാറിന്റെ ലൈറ്റ് എന്തായാലും അതിനെന്റെ സാലറിയിൽ നിന്ന് ഞാൻ എടുക്കണം, അതിന്റെ പകുതി നീ തന്നാ മതി, ഒരു $300 അത് തന്നിട്ട് പോവാൻ പറയുമ്പോൾ ഹീറോയിന്റെ കയ്യില് അത്രയും പണമില്ല. അപ്പോഴായാലും അവള് പറയും സാർ അത്രയും പണം കൂടി എന്റെ കയ്യിലില്ല, ഒന്ന് വാൺ ചെയ്ത് വിട്ടാ മതി എന്ന് പറയുമ്പോൾ അയാൾ പറയും ഓക്കെ, ഇനിയിപ്പോ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ എന്തായാലും എന്നോടൊപ്പം കോടതിയിലേക്ക് വരാൻ പറയുമ്പോൾ എന്റെ കയ്യിൽ പണമില്ല, പക്ഷേ ഈ കാർഡിൽ പണമുണ്ട്, ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഹീറോയിന്റെ സഹോദരിയും ഫോണിലേക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും പോലീസുകാരൻ പറയും അല്ല, നിങ്ങൾക്ക് അറിയത്തില്ലേ മെക്സിക്കോയില് ഇത്രയും വേഗതയിൽ കാർ ഓടിച്ച് ഫോണിൽ സംസാരിച്ച് വരുന്നത് നിയമവിരുദ്ധമാണെന്ന്, അതുകൊണ്ട് ആ ഒരു ഫോൺ എടുക്കാൻ പറയുമ്പോൾ എന്ത് ഫോൺ എടുക്കാനോ, ഞാൻ എന്തിനാ എന്റെ ഫോൺ നിങ്ങൾക്ക് കാരണം, അതും ഈ ഒരു കാറിൽ ഫോൺ സംസാരിച്ചുകൊണ്ട് പോകുന്നതൊന്നും നിയമവിരുദ്ധമൊന്നല്ല എന്നുള്ള രീതിയിൽ ഹീറോയിൻ സംസാരിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ അതൊന്നും വലിയ കാര്യമാക്കാതെ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങാണ്. എന്നിട്ട് പറയും ദേ, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ATM ബാങ്കോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല, അതുകൊണ്ട് നീ എന്നെ കണ്ടല്ലോ ഒരു ഗ്യാസ് സ്റ്റേഷൻ, അവിടെ മാത്രമേ ATM ഉള്ളൂ, അവിടെ പോയിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള പണം എടുത്ത് തന്നാൽ മതി എന്ന് പറയുന്നതും നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വേറെ വഴിയില്ലാതെ അവൾ കാറും എടുത്ത് തിരിച്ച് ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ അടുത്തേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഹീറോയിൻ ആയാലും അകത്തേക്ക് കയറുമ്പോൾ ആ ഒരു ഷോപ്പിലുള്ളവൻ ഏയ് ഇത് നീയാണോ വീണ്ടും വന്നോ, ഇവിടെ ബാത്റൂം ഒന്നുമില്ല, വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറയുമ്പോഴത്തേക്ക് അവൾ പറയും അതിനൊന്നല്ല ഞാൻ വന്നത്, എനിക്ക് കുറച്ച് പണം എടുക്കാൻ വേണ്ടിയിട്ടാണ്, ATM എവിടെയെന്ന് ചോദിക്കുമ്പോൾ ATM എവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ, ഇവിടെ ATM ഒന്നുമില്ല, ഇവിടെ മാത്രമല്ല ഇവിടെ അടുത്ത് എവിടെയായിട്ടും ATM ഇല്ല. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ആകെ വട്ടായിട്ട് ഷെടാ ആ ഒരു പോലീസുകാരൻ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്, ഇയാൾ പറയുന്നത് ഇവിടെ ഇല്ലെന്ന്, എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് അവളൊരു ടിൻ ബിയർ മാത്രം ആ ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അതിനുള്ള പണം കൊടുക്കാൻ വേണ്ടി ആ ഒരു കാർഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവളുടെ കാർഡിനുള്ളിൽ പണം ഇല്ല. ഈ ഒരു കാര്യം ആ ഒരു കടക്കാരൻ പറയുമ്പോഴത്തേക്കും ഇവൾ ഈ ഒരു കാർഡ് കൊണ്ട് ഇനി ATM പോയിട്ട് ഒരു കാര്യമില്ല, കാരണം അക്കൗണ്ടിൽ പണം ഇല്ലല്ലോ. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ച് അവൾ ടെൻഷൻ അടിക്കുമ്പോൾ ഈ ഒരു കടക്കാരൻ പെട്ടെന്ന് അത് കണ്ടിട്ട് എന്താ നിന്നെ ആ ഒരു പോലീസുകാരനാണോ ഇവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇവളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ആ ഒരു പോലീസുകാരനാണെന്ന് ഇവൻ എങ്ങനെ അറിയാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ അറിയാം, കാരണം നീ ഒരാൾ മാത്രമല്ല, നിന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഇവിടേക്ക് ATM മെഷീൻ അന്വേഷിച്ച് വന്നിട്ടുണ്ട്, അവരെ എല്ലാവരെയും ഇവിടേക്ക് പറഞ്ഞു വിട്ടതും ആ ഒരു പോലീസുകാരനാണ്. അപ്പൊ ഇതുകൂടി കേട്ട് നമ്മുടെ ഹീറോയിൻ ആയാലോ അപ്പൊ അയാൾ യഥാർത്ഥ പോലീസുകാരനല്ലേ, ഫേക്ക് ആണെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, അയാൾ യഥാർത്ഥ പോലീസുകാരൻ തന്നെയാണ്, ഇതുപോലെ ഹൈവേയിലെ കാറുകളെല്ലാം തടഞ്ഞു നിർത്തി ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും പണമെല്ലാം വാങ്ങും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല ഇതിനെപ്പറ്റി ആരും കംപ്ലൈന്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ കംപ്ലൈന്റ് കൊടുക്കാനോ, ആകെ ഒരു ഒറ്റ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ, അത് അയാളുടേതാണ്, അല്ലാതെ വേറൊരു സ്റ്റേഷനും ഈ ഒരു പരിസരത്ത് പോലും ഇല്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും അത് നീ തന്നെ നോക്കണമെന്ന് പറഞ്ഞ് ആ ഒരു ടിൻ ബിയർ ഉണ്ടല്ലോ അത് മാത്രം അവൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഹീറോയിന്റെ പേര് ബോബി എന്ന് അവനോട് പറഞ്ഞിട്ട് അവന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ബ്ലേക്ക് എന്ന് പറയും. ഓക്കെ ശരി, എന്തായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരന്റെ വണ്ടി അവിടെ കാണാനില്ല. പക്ഷേ ഇയാൾ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് അവളുടെ കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഫൈൻ അടിച്ച പേപ്പർ ഉണ്ടല്ലോ അത് അവളുടെ കാറിൽ കിടപ്പുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് അയാൾ സൈൻ പോലും ചെയ്തിട്ടില്ല. അപ്പൊ സൈൻ ചെയ്യാത്ത ഫൈൻ പേപ്പർ അവളെ കാണിച്ച് പറ്റിച്ച് അവളുടെ ഫോൺ അടിച്ചുകൊണ്ട് അയാൾ പോയെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു ദേഷ്യത്തിലെ ഹീറോയിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നല്ല സ്പീഡിന് തന്നെ അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഈ ഒരു പോലീസുകാരനെ കാണിക്കുമ്പോൾ അയാള് ഇപ്പൊ ഒരു മലയുടെ താഴെയായിട്ട് വണ്ടി കൊണ്ട് നിർത്തി അതിനകത്തിരുന്ന് ഈ ഒരു ചിക്കനൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ലതുപോലെ കഴിക്കുന്നു. അയാളാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. അതുമല്ല അയാളുടെ ആ ഒരു സീറ്റിനടുത്തായിട്ട് ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരുപാട് ഫോണുകൾ അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോ നേരത്തെ ആ ഒരു കടക്കാരൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഒരുപാട് പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും ഇയാൾ പണവും ഫോണും ഇതുപോലെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു സമയത്ത് തന്നെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാരൻ ഫോൺ അങ്ങനെ എടുത്ത് ആ ഒരു ബോയ് ഫ്രണ്ടിനെ ഒരുപാട് തെറിയൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അവനായാലും ചോദിക്കുന്നുണ്ട്, ഓ അപ്പൊ നീ അവളുടെ കാമുകനാണോ എന്നെല്ലാം പറഞ്ഞ് അവന് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോലീസുകാരൻ പാതിയെ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി നിന്നിട്ട് അടുത്തുള്ള ആ ഒരു റോഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്നു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു സ്നൈപ്പർ തോക്കുണ്ട്, അത് വെച്ച് ഹീറോയിനെ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അങ്ങനെ ചെയ്യുന്നില്ല. അവളുടെ വണ്ടിയുടെ പുറകിലത്തെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ അതങ്ങ് ഷൂട്ട് ചെയ്ത് തകർക്കും. അപ്പൊ ഈ ഒരു ശബ്ദം നമ്മുടെ ഹീറോയിനായാലും കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ എന്ന് നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വണ്ടി നല്ല സ്പീഡിൽ തന്നെ പോകുമ്പോഴത്തേക്കാണ് കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഈ ഒരു പോലീസുകാരൻ ഇത് എവിടെ നിന്ന് ചാടി വരുന്നെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ കാർ കൊണ്ട് പറന്നു വരുന്നു. കാരണം ഹീറോയിന്റെ പുറകെ തന്നെ ആ ഒരു പോലീസുകാരൻ വീണ്ടും വരികയാണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയിനായാലും ഓ ഇവൻ വീണ്ടും പുറകെ വന്നു, എന്തായാലും ഒരിടത്തേക്ക് നിർത്താന്ന് പറഞ്ഞ് വണ്ടി ഒരിടത്തേക്ക് നിർത്തുമ്പോൾ ആ ഒരു പോലീസുകാരൻ അവളുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഓ ഷെരീഫ്, നിങ്ങളാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ഓക്കെ അതൊക്കെ പോട്ടെ, നീ നിന്റെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പോഴത്തേക്കും സോറി സാർ, വണ്ടി ഓഫാക്കി കഴിഞ്ഞാൽ പിന്നീട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അയാൾ പറയും, ഞാൻ എന്ത് പറയുന്നോ അത് മാത്രം ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് അവളെ വെളിയിലേക്ക് ഇറക്കി, ദേ നോക്ക് നിന്റെ വണ്ടിയുടെ പുറകിലത്തെ ഈ ലൈറ്റ് അത് പൊട്ടിയിട്ടുണ്ട്, ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു വളുവൻ തന്നെയാണ് അത് തകർത്തത്, എന്നിട്ട് അറിയാത്തതുപോലെ അതെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഷെരീഫ്, ഞാൻ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ് വണ്ടി നിർത്തിയിരുന്നത്, ഒരുപക്ഷെ അവിടെ വെച്ചിട്ട് ആരെങ്കിലും അത് തകർത്തതായിരിക്കാം,
ഇല്ലാതെ ഞാനതിന് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും, അല്ല നിന്നോട് ഞാൻ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിൽക്കാനല്ലേ പറഞ്ഞ്, നീ അവിടെ നിന്ന് പിന്നെ എന്തിനാ വണ്ടി എടുത്തിട്ട് വന്നത്? അങ്ങനെയാണെങ്കിൽ നീ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ ഇപ്പൊ ആ ഒരു വണ്ടിയുടെ പുറകിലേക്ക് കൈ വെച്ചിട്ട് തിരിഞ്ഞു നിൽക്കാനായിട്ട് പറയുമ്പോൾ ഹീറോയിനായാലും വേറെ വഴിയില്ലാതെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇയാൾ വന്നിട്ട് ഈ പരിശോധിക്കുന്നു എന്നുള്ള രീതിയിൽ അവളുടെ ദേഹത്തെല്ലാം ഇങ്ങനെ തൊടുകയാണ്. പക്ഷേ വേറെ വഴിയില്ല, സഹിച്ച് നിന്നേ പറ്റൂ. അങ്ങനെ അത് കഴിഞ്ഞ് അവളുടെ ബാഗ് എടുത്ത് അവളുടെ ലൈസൻസ് അങ്ങ് എടുക്കും. എന്നിട്ട് പറയും, ഓക്കെ ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള പണം എടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട്, പക്ഷെ നീ അത് കേട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടാവും, അവിടെ ATM ഉണ്ട്, അവിടെ നിന്നും പണവും എടുത്ത് നിന്റെ ഫോൺ ലൈസൻസും വാങ്ങിക്കൊണ്ട് പോയിക്കോ. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി ഓർമ്മ വെച്ചോ. ഇനിയും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നിന്റെ പേര് വാണ്ടഡ് ലിസ്റ്റിൽ ഞാൻ ചേർക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ, ഓക്കെ ഷെരീഫ്, എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കത്തില്ല, നിങ്ങളുടെ പണം കൊണ്ടുതരാം എന്ന് പറഞ്ഞ് അവളുടെ വണ്ടിയും എടുത്ത് അവൾ വീണ്ടും ആ ഒരു ഷെരീഫ് പറഞ്ഞ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടേക്ക് പോവാണ്. അങ്ങനെ ഇവൾ അവിടെ നിന്ന് കാർ എടുത്തിട്ട് കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരൻ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അങ്ങനെ അവന്റെ ആ ഒരു സ്നൈപ്പർ തോക്കും എടുത്ത് റോഡിലേക്ക് വന്ന് നിന്ന് ഹീറോയിന്റെ കാറിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അതും കറക്റ്റ് ആയിട്ട് ആ ഒരു ടയറിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഈ ഒരു കാര്യം ഹീറോയിൻ കാണുന്നതും ഷടാ ഇവൻ സൈക്കോ തന്നെയാണെന്നും പറഞ്ഞ് പെട്ടെന്ന് കാർ തിരിച്ചും മറിച്ചെല്ലാം ഓടിക്കാണ്. അങ്ങനെ ഓടിച്ചോടിച്ച അവസാനം ഈ ഒരു കാറ് ഈ റോഡ് സൈഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതിലെ മണ്ണില് അതിന്റെ ടയർ അങ്ങ് താഴ്ന്നുപോയി. ഇപ്പോൾ റിവേഴ്സ് എടുക്കാനും കഴിയുന്നില്ല, മുന്നിലേക്ക് എടുക്കാനും കഴിയുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് പെട്ടെന്ന് അവളുടെ വണ്ടിയുടെ ഡോർ തുറന്ന് പതിയെ ആ ഒരു വണ്ടിയുടെ ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതേസമയം ആ ഒരു പോലീസുകാരനാണെങ്കിൽ അവന്റെ വണ്ടിയും എടുത്ത് ഹീറോയിന്റെ അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവൻ ആ ഒരു വണ്ടിയെ തിരിച്ച് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ഹീറോയിനായാലും ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഈ ഒരു സൈക്കിളുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അവളുടെ കഥ അവിടെ കഴിയും. അതുകൊണ്ട് അവളുടെ വണ്ടി അവിടെ കളഞ്ഞ് അവൾ ആ ഒരു ഹൈവേയിലൂടെ തന്നെ മുന്നിലേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ നടന്ന് പോവാണ്. എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പൊരി വെയിലത്ത് വെള്ളം പോലും ഇല്ലാതെ അതും കിലോമീറ്റർ ദൂരം നടക്കണ്ടേ. അങ്ങനെ ഒരുപാട് ദൂരം നടക്കുമ്പോൾ തന്നെ അവൾ നല്ലതുപോലെ ക്ഷീണിച്ചു. കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ട്. ക്ഷീണം ഒരിടത്തിരുന്ന് റെസ്റ്റ് എടുത്ത് പതിയെ വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നു. ഇങ്ങനെ നടന്ന് അവസാനം അടുത്തുള്ള ആ ഒരു ഗ്യാസ് സ്റ്റേഷനും അതേപോലെ തന്നെ അതിനടുത്തായിട്ട് തന്നെ ഒരു ഡൈനറും ഉണ്ട്, അവിടേക്ക് ചെല്ലും. അങ്ങനെ അതിനകത്തേക്ക് നമ്മുടെ ഹീറോയിൻ കയറുന്നതും അവിടെ ഒരാൾ കഴിച്ചിട്ട് അതിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, ബിൽ എമൗണ്ട്, അത് ആ ഒരു ടേബിളിൽ വെച്ചിട്ട് പോകുമ്പോൾ അതിൽ ചില്ലറയുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള ഫോണിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ചില്ലറ വേണം. അത് അയാൾ അറിയാതെ ഹീറോയിൻ അങ്ങനെ മോഷ്ടിച്ചെടുത്ത് അവിടെയുള്ള ഫോണിലെ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കാണ്. അപ്പോഴേക്ക് ആവർത്തനാണെങ്കിലോ നേരത്തെ തന്നെ ഈ ഒരു പോലീസുകാരൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞതുകൊണ്ട് ആ ഒരു ദേഷ്യത്തില്, ഓ അപ്പൊ നീ എന്നെ ചതിച്ചിട്ട് വേറൊരുത്തനോടൊപ്പം പോവാണല്ലേ എന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ബിൽ എമൗണ്ട് ടേബിളിൽ വെച്ച ആ ഒരാളാണെങ്കിലോ അവിടെയുള്ള ഓണറിനോട് പറയും, ഇല്ല ഞാൻ പണം ടേബിളിൽ വെച്ചതാണ്, അതിന്റെ ബാക്കി പണം എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഓണർ ആണെങ്കിലും അതിന് മറുപടി പറയുന്നു. അങ്ങനെ ഹീറോയിനായാലും ഇവിടെയുള്ള ഒരു ടേബിളിനടുത്തിരിക്കുമ്പോഴത്തേക്കാണ് വേറൊരു പെണ്ണ് വന്നിട്ട്, അല്ല എന്തു പറ്റി, മുഖമെല്ലാം വാടി ഒരു വല്ലാത്ത അവസ്ഥയായി പോയല്ലോ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഓ അങ്ങനെയാണല്ലേ, ഇല്ല എന്റെ കാർ പഞ്ചറായി പോയി, അതുകൊണ്ട് കുറച്ചു ദൂരം ഞാൻ നടന്നു വരുമായിരുന്നു, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, അല്ല കുറച്ച് വെള്ളം കൊണ്ട് തരാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു പെണ്ണ് പറയും, ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാതെ എനിക്കൊന്നും തരാൻ കഴിയത്തില്ല, കാരണം ഇതിന്റെ മുതലാളി അത്രയും ദേഷ്യക്കാരനാണെന്നെല്ലാം പറയുമ്പോൾ ഹീറോയും പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഒരു കോഫി കൊണ്ടുവരാൻ പറയും. അങ്ങനെ ആ ഒരു പെണ്ണായാലും കോഫി എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയും വെളിയിലേക്ക് നോക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ ഇവിടെ വന്ന് നിൽക്കുന്നു. ഷെടാ ഇവൻ എവിടെ പോയാലും കുമ്പിടി വല്ലതാണെന്ന് അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ അവിടെയുണ്ട്, ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെയുണ്ട്. അങ്ങനെ ഹീറോയിൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ഒരു ഹോട്ടലിന്റെ ബാത്റൂം ഉണ്ട് അതിനകത്തേക്ക് കയറി അവിടെയുള്ള ഇരുമ്പ് ഭാഗമുണ്ട് അതിങ്ങനെ കുത്തിപ്പൊക്കി വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അതുമല്ല അവിടെയുള്ള ഒരു വടി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ പകുതിയിലെത്തുമ്പോഴത്തേക്ക് ആ ഒരു വടി ഒടിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു ജനാലയുടെ ഭാഗം അവൾക്ക് തള്ളി നീക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ അതേപോലെ ആ ഒരു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ ഒരു ടേബിളിനടുത്തിരിക്കും. കാരണം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഐഡിയ ചിന്തിച്ചേ പറ്റൂ. ആ ഒരു പോലീസുകാരനാണെങ്കിലും അവളെ തന്നെ വിടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കാണ് അടുത്തൊരു കാര്യം, നമ്മുടെ ഹീറോയിന്റെ കാർ ഉണ്ടല്ലോ അത് ആ ഒരു പോലീസുകാരൻ മറ്റൊരു വണ്ടിയിൽ വലിച്ച് ഈ ഒരു ഷോപ്പിന്റെ വെളിയിൽ കൊണ്ടുവച്ചേക്കാണ്. ഇപ്പോൾ ഹീറോയിന്റെ കാർ വെളിയിലെപ്പോണ്ട് അതിനടുത്തായിട്ട് തന്നെ ആ ഒരു പോലീസുകാരൻ നിപ്പോണ്ട്. ഇവനെ കഴിഞ്ഞ് എങ്ങനെയും പുറത്തേക്ക് പോയേ പറ്റൂ. അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കാണ് ഓക്കെ ഇതിന് മുന്നേ അവൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും മറ്റൊരു ഗ്യാസ് സ്റ്റേഷൻ കണ്ടിരുന്നല്ലോ, അതിന്റെ കാര്യം ആലോചിച്ച് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് 911 കോൾ ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ എടുത്ത് ഒരു കൊള്ള നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിളിച്ച് പറയുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരാണെങ്കിലോ ഈ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോയി പരിശോധിച്ചിട്ട് വരാൻ പറയും. അപ്പൊ ഇയാൾക്കായാലും അവിടെ നിൽക്കാൻ കഴിയത്തില്ല, അയാൾ പെട്ടെന്ന് കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അങ്ങനെ വെളിയിലേക്ക് വന്ന് അവളുടെ കാറുണ്ടല്ലോ അതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു കാറിന്റെ പുറകിലത്തെ ഹെഡ്ലൈറ്റ് അത് തകർന്നിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിലോ അതെല്ലാം മാറ്റി പുത്തം പുതിയതാക്കി വെച്ചേക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു കാറിന്റെ ടയർ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ കാറിനകത്തേ കാര്യം നോക്കുമ്പോഴത്തേക്കും അതിന്റെ കീ എന്തായാലും വണ്ടിയിലില്ല. അതുകൊണ്ട് വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോയിൻ അതേപോലെ തന്നെ നടന്ന് വീണ്ടും ഈ ഒരു ഹോട്ടലിനകത്തേക്ക് തന്നെ കയറി വരും.
അപ്പോഴേക്കാണ് ഇതിനകത്ത് ആ ഒരു ബില്ലടച്ചല്ലോ അയാളും ഇവിടെയുള്ള ആ ഒരു ഓണറും തമ്മിൽ അയാൾ അടച്ച ആ ഒരു പണം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സംശയിക്കാണ്. അപ്പോൾ ആ ഒരു ഓണർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ജോലി ചെയ്യുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ ഹീറോയിന് കോഫി കൊണ്ട് കൊടുത്ത ആ ഒരു പെണ്ണാണ്, അതുകൊണ്ട് തന്നെ നിന്നെ ജോലിയിൽ നിന്ന് ഞാൻ പുറത്താക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആ ഒരു പെണ്ണിനെ ഇപ്പോൾ വെളിയിലേക്ക് പറഞ്ഞു വിടുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ തന്റെ കയ്യിലുള്ള ബാക്കിയുള്ള ആ ഒരു പണം എടുത്ത് ഫോണിലേക്ക് ഇട്ട് അവളുടെ സഹോദരിയെ വിളിച്ചിട്ട് ഇപ്പൊ അവളോട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇതേപോലെ ഒരു പോലീസുകാരൻ എന്നെ വെറുതെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു, എന്റെ ഫോണ്, പേഴ്സ്, ലൈസൻസ് ഇതെല്ലാം അയാളുടെ കയ്യിലിരിക്കുകയാണ്, അതുകൊണ്ട് അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്നതേ പുറകിൽ ആ ഒരു കുമ്പിടി വന്ന് നിൽക്കുന്നു. ഷെടാ, ഇങ്ങനെ കുമ്പിടി എന്ന് വിളിക്കണോ അതോ പോലീസുകാരനെന്ന് വിളിക്കണോ? എന്നിട്ട് ഹീറോയിന്റെ സഹോദരിയാണെങ്കിൽ ആ ഒരു ഫോണിലുണ്ടല്ലോ. അപ്പോൾ ഇയാളായാലും നല്ലവനെ പോലെ, മേഡം നിങ്ങളുടെ കാറ് കേടായിട്ട് റോഡിൽ കിടക്കുമായിരുന്നു, അത് വരുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ്, അത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ദേ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, അതുപോലെ അതെ ഇതാണ് നിങ്ങളുടെ ഫോണും അതേപോലെ തന്നെ കാറിന്റെ കീയും എന്നും പറഞ്ഞ് അത് രണ്ടും മുകളിലേക്ക് വെച്ച് ഓക്കെ മേഡം എന്നും പറഞ്ഞിട്ട് അവൻ നല്ലവനെ പോലെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും ഹീറോയിൻ ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹീറോയിന്റെ സഹോദരിയാണെങ്കിലോ ഏയ് നീയല്ലേ പറഞ്ഞേ ആ ഒരു പോലീസുകാരൻ വളരെ മോശക്കാരനാണെന്ന്, ഇപ്പൊ അയാൾ സംസാരിച്ചിട്ട് പോയതോ? അപ്പോൾ ഹീറോയിൻ പറയും അതാണ് എനിക്കും അറിയാത്തത്, ഇതിനു മുന്നേ ആണെങ്കിൽ എന്റെ കാറിലേക്ക് ഷൂട്ട് ചെയ്ത അവസാനം ആ ഒരു കാറ് മണ്ണിൽ പൊതഞ്ഞ് അവിടെ കിടക്കുമായിരുന്നു, അത് ചെയ്യിച്ചതേ അയാളാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ അവൻ എന്തോ എന്നെ വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് മാത്രം എനിക്കിപ്പോൾ മനസ്സിലായി. ശരി, എന്തായാലും നിന്നെ ഞാൻ വിളിച്ച് പറയാം, ഇപ്പൊ എന്റെ കയ്യിൽ ഫോണും ഉണ്ട് അതേപോലെ തന്നെ കീ ഉണ്ട് എന്നും പറഞ്ഞ് ഹീറോയിൻ നേരെ വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന പെണ്ണുണ്ടല്ലോ, അവളുടെ പേര് യമി എന്നാണ്, ആ ഒരു പെണ്ണിപ്പോൾ ഇതിന്റെ വെളിയിലിരിക്കുന്നു. ഹീറോയിൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഓ നിന്റെ ജോലി പോയില്ലേ, വേറൊരു നല്ല ജോലി എന്തായിരുന്നു കിട്ടും, വിഷമിക്കണമെന്ന് പറയുമ്പോൾ അവള് പറയും അതൊന്നും കുഴപ്പമില്ല, ഈ ഒരു ഹോട്ടലിൽ നിന്ന് എപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു, ആ ഒരു സമയത്ത് എന്റെ യുവമാരായാലും എന്നെ വെളിയിലേക്ക് വിട്ടു, കാരണം ഈ ഒരു ഹോട്ടലിലെ മുതലാളി അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ഓക്കെ നിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്, കുറച്ച് ദൂരം പോകണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഞാനും ആ ഒരു വഴിക്ക് തന്നെയാണ്, പോകുന്ന വഴിക്ക് നിന്നെ അവിടെ ഇറക്കി വിടാന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ ഇപ്പോൾ കാറിലേക്ക് കയറ്റി ഇവർ രണ്ടുപേരും ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ യമിയെ പറ്റിയും അവളുടെ കുടുംബത്തെ പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, യമിയുടെ അച്ഛനും അമ്മയും അവളെ നല്ലതുപോലെ നോക്കത്തൊന്നുമില്ല, അവളുടെ അച്ഛനാണെങ്കിൽ എപ്പോഴും കുടിച്ചിട്ട് അവളെ ഉപദ്രവിക്കും, അമ്മയാണെങ്കിലോ അവളെ നല്ല രീതിയിലല്ല വളർത്തിയിട്ടുള്ളത്, അവരാണെങ്കിലും അവളെ നല്ലതുപോലെ നോക്കത്തൊന്നുമില്ല. ആ ഒരു കാര്യമെല്ലാം യമി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ ഹീറോയിൻ അവരോട് വഴക്കിട്ട് ഇവിടേക്ക് ഇറങ്ങി വന്നത്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ സ്റ്റോറി ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുപാട് സംസാരിച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു കാറിനകത്ത് വെച്ച് ഫ്രണ്ട്സ് ആവുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഇവർ രണ്ടുപേരും ചിരിച്ച്, യമിയാണെങ്കിൽ നല്ലതുപോലെ ചിരിച്ച് ഈ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബുള്ളറ്റ് വന്ന് യമിയുടെ തലയിലേക്ക് കൊള്ളുന്നു, അവൾ അവിടെ വെച്ച് തന്നെ മരിക്കാണ്, വേറെ ആരുമല്ല ആ ഒരു സൈക്കോ പോലീസുകാരൻ. ഇപ്പോൾ ഹീറോയിൻ ആയാലും ഈ ഒരു കാര്യം കണ്ടിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, അവളുടെ ശരീരം പിടിച്ച് ഇങ്ങനെ കാറിലിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ പുറകെ, ആ ഒരു സമയത്ത് ഹീറോയിൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആ ഒരു പെണ്ണിനെ പിടിച്ച് നല്ലതുപോലെ കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവളെ ആലോചിച്ച് അലറി വിളിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കുറെ ദൂരെ നിന്നും പൊടി ഇങ്ങനെ പറക്കുന്നത് പോലെ അപ്പൊ തന്നെ അവൾക്ക് മനസ്സിലായി ആ ഒരു പോലീസുകാരനാണ് ഇവിടേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവളും കാറിലേക്ക് വന്ന് കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് എമിയുടെ ശരീരം കാറിൽ തന്നെ ഇരിക്കുകയാണ്, അതും കൊണ്ട് നേരെ ഇങ്ങനെ പോവും. അത് നല്ല സ്പീഡിന് ആക്സിലേറ്റർ ആയാലും നല്ലതുപോലെ തന്നെ ചവിട്ടി നല്ല വേഗതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ ഹീറോയിന്റെ അടുത്തെത്തി അവനായാലും ഇപ്പോൾ കാർ കൊണ്ടുവന്ന് ഹീറോയിന്റെ വണ്ടിയിലേക്ക് ഇടിക്കുകയാണ്. അതേ സമയം തന്നെ ഹീറോയിന്റെ സഹോദരി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫോണിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു പോലീസുകാരൻ ഇപ്പോൾ എന്റെ പുറകെ തന്നെ എന്നെ കൊല്ലാൻ പോവാണെന്നെല്ലാം പറഞ്ഞിട്ട് ഓടിച്ചോണ്ട് പോകുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ടൊരു ട്രക്ക് കിടക്കുന്നു. ഇത് കാണുമ്പോൾ ആ ഒരു പോലീസുകാരൻ പതിയെ വണ്ടിയുടെ സ്പീഡും കുറയ്ക്കും. ഹീറോയിൻ ആയാലും നേരെ ഓടിച്ചോണ്ട് പോകണോ അതോ ഇവിടെ നിർത്തണോ എന്നുള്ള രീതിയിൽ ആ ഒരു ട്രക്കിന്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാണ്. ഓക്കെ എന്തായാലും വെളിയിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അവള് ഡോറും തുറന്ന് നേരെ വെളിയിലേക്ക് വന്നിട്ട് നേരെ ആ ഒരു ട്രക്ക് ഡ്രൈവർ ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് ചെന്ന് പ്ലീസ് എന്നെ ഒരാൾ കൊല്ലാൻ വരുന്നുണ്ട് രക്ഷിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഡ്രൈവർ ആണെങ്കിലും ഡോറും തുറന്ന് താഴേക്ക് ഇറങ്ങി ഓക്കെ മാഡം നിങ്ങൾ ആരാ കൊല്ലാൻ വരുന്നത് എന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ട് അതും വെച്ച് ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കാണ് പുറകിലൂടെ ആ ഒരു പോലീസുകാരൻ അവന്റെ കയ്യിൽ ആ ഒരു തോക്കും വെച്ച് ഓക്കെ ആ ഒരു പെണ്ണിനെ ഇപ്പൊ തന്നെ എനിക്ക് വിട്ടുതരോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഡ്രൈവർ പറയും അല്ല ഈ ഒരു പോലീസുകാരനാണ് നിന്നെ കൊല്ലാൻ വരുന്നേ എന്ന് അയാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ അയാൾ തന്നെയാണ് എന്നെ കൊല്ലാനായിട്ടെല്ലാം ശ്രമിച്ചു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരൻ പറയും അതെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളിയാണ് ഇവള് ഹൈവേയിലൂടെ പോകുന്ന ഒരുപാട് പെൺകുട്ടികളെ കൊന്നൊരു കുറ്റവാളി എന്ന് ആ ഒരു ഡ്രൈവറിനോട് പറയുമ്പോൾ ഡ്രൈവർ പറയും ഇല്ല സാർ നിങ്ങളാണ് അവളെ കൊല്ലാൻ വരുന്നതെന്നാണല്ലോ എന്നോട് പറഞ്ഞത് അതവള് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ അവളുടെ കാറിൽ ഇപ്പോഴും ഒരു പെൺകുട്ടിയുടെ ശരീരമുണ്ട് അവളെയും കൊന്നിട്ടാണ് ഇവള് പോകുന്നത് നീ ഒന്ന് നോക്കെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഡ്രൈവറിന്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്ത് ആ ഒരു പോലീസുകാരൻ നമ്മുടെ ഡ്രൈവറിനെ അങ്ങനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. ഇതുകൂടി കാണുന്നത് ഹീറോയി ഒന്നുകൂടി പേടിച്ചിട്ട് അവിടുന്ന് നേരെ ഓടി വന്ന് തന്റെ കാറിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഹീറോയിന് മാത്രമല്ല ഇത്രയും ടെൻഷനൊക്കെ ആ ഒരു പോലീസുകാരൻ ഇപ്പോൾ സിമ്പിളായിട്ട് അവിടെ നിന്ന് സിഗരറ്റ് എല്ലാം വലിച്ച് പതിയെ തന്നെയാണ് അവളുടെ പുറകെ പോകുന്നത്. കാരണം ഇവിടെ എവിടെ വരെ പോകുന്ന അവന് തന്നെ അറിയാം.
അങ്ങനെ ഹീറോയിൻ ആയാലും തന്റെ വണ്ടി ഓടിച്ചിട്ട് ഒരുപാട് ദൂരം പോകുന്നുണ്ട്. ഇപ്പോൾ രാത്രിയായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ പുറകെ വേറൊരു വണ്ടി വരുന്നു. ഇതുകൂടി കാണുന്നത് അവൾ വിചാരിക്കും അതാ ഒരു പോലീസുകാരനാണ് തന്നെ കൊല്ലാൻ വരുന്നതെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ആക്സിലേറ്റർ നല്ലതുപോലെ ഇങ്ങനെ ചവിട്ടുന്നുണ്ട്. ചവിട്ടി സ്പീഡിന് പോകാൻ ശ്രമിക്കുമ്പോഴും ആ പുറകിൽ വന്ന വണ്ടി ഉണ്ടല്ലോ അവളെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് അതാ ഒരു പോലീസുകാരനൊന്നല്ല വേറെ ഏതൊരു വണ്ടിയായിരുന്നു. ഇവളാണ് പേടിച്ചത്. അങ്ങനെ ആ ഒരു വണ്ടി കയറി പോകുന്നതും ഹീറോയിൻ ഇപ്പോൾ സമാധാനപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവളുടെ വണ്ടിയുടെ മുന്നിൽ നിന്നും പുകയെല്ലാം വരുന്നു. വേറെ ഒന്നുമല്ല, ആക്സിലേറ്റർ ഒരുപാട് ചവിട്ടി ചൂടായിട്ട് വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ആവാൻ പോവാണ്. അപ്പോൾ ഇത് നിൽക്കുന്നതിന് മുന്നേ തന്നെ എവിടെയെങ്കിലും കയറി നിന്നേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അതിനുള്ള സ്ഥലം നോക്കി അവൾ വണ്ടി കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അടുത്തായിട്ട് ഒരു ഗ്യാരേജ് ഇങ്ങനെ കാണുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടേക്ക് കൊണ്ടിട്ടിട്ട് അവൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ വണ്ടികൾക്കിടയിലായിട്ട് വന്ന് ഒളിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു ഗ്യാരേജിനകത്തേക്ക് അവൾ കയറത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആരോ ഒരാള് അവിടേക്ക് നടന്നു വരുന്നു. ഷടാ, ഇതാ ഒരു പോലീസുകാരൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അവളൊരു തടിയും കയ്യിൽ പിടിച്ച് വന്നു കഴിഞ്ഞാൽ അടിക്കാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു പോലീസുകാരൻ നടന്ന് അടുത്തേക്ക് വരുന്നതും എഴുന്നേറ്റ് നിന്ന് തലക്കിട്ട് ഒരു ഒറ്റയടി അടി കൊള്ളുമ്പോഴത്തേക്കാണ് അത് ആ ഒരു പോലീസുകാരനല്ലായിരുന്നു, അത് ഈ ഒരു ഗ്യാരേജ് നടത്തുന്ന ആളാണ്. അവൻ പെട്ടെന്ന് അല്ല നീ എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ സോറി, എന്നെ ഒരാൾ കൊല്ലാൻ വന്നിരുന്നു, ഞാൻ വിചാരിച്ച അയാളാണെന്ന്. അതും ഒരു പോലീസുകാരൻ ഇതിനു മുന്നേ തന്നെ എൻ്റെ ഫ്രണ്ടിനെ കൊന്നു, അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഒളിച്ചത്, പ്ലീസ് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ എന്ത് പോലീസുകാരനോ? ഓ, അപ്പോൾ നിന്നൊരു പോലീസുകാരനാണോ കൊല്ലാൻ വന്നേ? ഓക്കെ ശരി, ബാ അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ഹീറോയിന് നേരെ അതിനകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയും നീ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ എൻ്റെ ബോസിനെ വിളിക്കാം, അയാൾ വന്നിട്ട് നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യും. അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവൾക്ക് കുടിക്കാണ്ട് വെള്ളം കോഫി ഇതെല്ലാം ഇങ്ങനെ കൊടുക്കുകയാണ്. അവൾ നല്ലതുപോലെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും സോറി, ഞാൻ അറിയാതെ അടിച്ചതാണ് എന്നെല്ലാം പറയുമ്പോൾ ഹേയ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്താണ് അവൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്ന അവൾ കാണുന്നത്. അപ്പോൾ അവളായാലും ആ ഒരു കയ്യിൽ മരുന്നെല്ലാം വെച്ചിട്ട് അതെല്ലാം ഇങ്ങനെ കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് അവനായാലും ചെറിയൊരു സന്തോഷമായി. അതുമല്ല ഒരു പെണ്ണിപ്പോൾ അവൻ ഇത്രയും കെയർ എടുത്ത് നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവളോട് ഇഷ്ടം തോന്നി തുടങ്ങി. അപ്പോൾ ഹീറോയും പറയും അല്ല എൻ്റെ ഡ്രസ്സെല്ലാം അഴുക്കായിട്ടിരിക്കുകയാണ്, എനിക്കൊന്ന് ബാത്റൂം യൂസ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പൊയ്ക്കോന്നും പറഞ്ഞിട്ട് ആ ഒരു വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ഹീറോയിൻ ആ ഒരു മുറിക്കകത്തേക്ക് നടന്ന് ചെല്ലുന്ന സമയത്താണ് ഈ ഒരു പെൺകുട്ടികളെല്ലാം യൂസ് ചെയ്യുന്ന പേഴ്സൊക്കെ ഉണ്ടല്ലോ അതൊരിടത്ത് കൂട്ടമായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നു. അതുമല്ല നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പോലീസുകാരൻ അവളുടെ ലൈസൻസ് എടുത്തു വെച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളുടെ ലൈസൻസ് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഒരുപാട് നമ്പർ എഴുതിയിട്ടുണ്ട്. ചേട്ടാ ഇതെല്ലാം ഇങ്ങനെ ഇവിടെ വന്നു എന്നുള്ള രീതിയിൽ ഹീറോയിൻ അത് നോക്കി തിരിയുന്നതും ആഹാ ഇവിടെയാണ് ട്വിസ്റ്റ്. ആ ഒരു പോലീസുകാരൻ ദേ ഇവിടെയും വന്നു. എന്നിട്ടാണ് ആ ഒരു പോലീസുകാരൻ ഓ അപ്പോൾ എല്ലാം കണ്ടല്ലേ, ഈ ഒരു ലൈസൻസിലെല്ലാം ഒരേ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതെന്താണെന്നറിയോ? വേറെ ഒന്നുമല്ല, ഇവരെല്ലാവരും രക്ഷപ്പെട്ട് എത്ര ദൂരം പോവും, ഏത് സമയത്താണ് അവരെ കൊല്ലുന്നത്, അതെല്ലാം കണക്കൂട്ടി എഴുതി വെച്ചേക്കുന്നതാണ്. ഇതുപോലെ തന്നെ നിനക്കും ഒരു സമയവും ദൂരവും എല്ലാം തരാം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഗ്യാരേജിന്റെ ഓണർ ഉണ്ടല്ലോ അയാൾ ഇപ്പോൾ അകത്തേക്ക് കയറി വന്നിട്ട് ഹീറോയിന്റെ തലയിലേക്ക് ആ ഒരു തോക്കുകൊണ്ട് ഒരു ഒറ്റയിടി. ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, ഈ ഒരു പോലീസുകാരന്റെ സഹോദരനാണ് ഈ ഒരു ഗ്യാരേജ് നടത്തുന്നത്. അപ്പോൾ രണ്ടെണ്ണോ സൈക്കോളാണ്. ഹീറോയിൻ വന്ന് പെട്ട സ്ഥലം സൂപ്പർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാരന്റെ സഹോദരൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ദേഹത്തെല്ലാം അങ്ങനെ തൊടുന്നു. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ പുറകിലൂടെ വന്ന് അവനൊരു അടി അടിച്ചിട്ട് പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയത്തില്ലേ, മാറി നിൽക്ക് എന്നും പറഞ്ഞ് അവനെ മാറ്റി നിർത്തി. ഇപ്പോൾ ഹീറോയിനോട് സംസാരിക്കാൻ വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത് അല്ല എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സൈക്കോ പോലീസുകാരൻ പറയും ദേ അവിടെ ഇരിക്കുന്ന എൻ്റെ അനിയനില്ലേ, അവൻ അങ്ങനെ ആവാൻ കാരണം ഒരു പെണ്ണാണ്. അതേപോലെ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങളുടെ അമ്മയും ഞങ്ങളെ എപ്പോഴും ഉപദ്രവിക്കും, വഴക്കു പറയും, നല്ലതുപോലെ വളർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടും എൻ്റെ സഹോദരൻ ദേ ഈ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഞങ്ങളുടെ അമ്മയെ തന്നെ ഞങ്ങൾ കൊന്ന് അമ്മയുടെ താടിയല്ലേ അത് വെച്ച് ദേ ഈ ഒരു കത്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ ആ ഒരു കത്തി എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഇവന്റെ സഹോദരൻ അങ്ങനെ സംഭവിച്ചത് ഒരു പെണ്ണുകാരനായതുകൊണ്ടാണ് ഈ രണ്ട് സൈക്കോകളും പെണ്ണുങ്ങളെ മാത്രം തേടി പിടിച്ച് കൊല്ലുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു പോലീസുകാരൻ സൈക്കോ. അതുപോലെ ഏറ്റവും വലിയ ദേഷ്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ യുവമാരെ ബഹുമാനിക്കാതെ അല്ലെങ്കിൽ യുവമാരെ പറ്റിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതാണ് യുവമാർക്ക് അത്രയും ദേഷ്യം വരുന്നത്. അതുപോലെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഈ ഒരു പോലീസുകാരൻ ഹീറോയിൻ നല്ല സ്പീഡിന് പോയതുകൊണ്ട് തന്നെ അവളെ ചോദ്യം ചെയ്യാനായിട്ട് വരുമ്പോൾ അവളായാലും ഇവനെ പറ്റിക്കാൻ വേണ്ടി ഫ്ലർട്ട് ചെയ്യാൻ വേണ്ടി ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് ആ ഒരു രീതിയിൽ മേക്കപ്പ് എല്ലാം ചെയ്തിട്ടാണല്ലോ അവളോട് സംസാരിച്ചത്. അതാണ് ഈ ഒരു പോലീസുകാരൻ അവളോട് അത്രയും ദേഷ്യം തോന്നാൻ കാരണം. എന്നിട്ട് ഈ ഒരു പോലീസുകാരൻ പറയും നിന്റെ ഈ ഒരു നാക്ക് അതുകൊണ്ടല്ലേ എന്നോട് നീ സംസാരിച്ച് എന്നെ മയക്കാനായിട്ട് ശ്രമിച്ചത്, അതുകൊണ്ട് ഇനി എന്തായാലും അത് വേണ്ട, അത് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഹീറോയിൻ പറയും ഇത്രയും ചെയ്യാമെങ്കിൽ നിനക്ക് എന്നെ അങ്ങ് കൊന്നൂടെ, ഇപ്പോൾ തന്നെ കൊല്ലി എന്നിങ്ങനെ പറയുമ്പോൾ പോലീസുകാരൻ അങ്ങനെ തോക്കെടുത്ത് അവളുടെ തലയിലേക്ക് വെക്കും. ഒരാവേശത്തിൽ പറഞ്ഞു പോയതാണ് പാവം. ഇപ്പോൾ തോക്കെടുത്ത് തലയിൽ വെച്ചത് കാണുന്നതും പേടിച്ച് മൂത്രമൊഴിച്ചു പോകും ഹീറോയിൻ. എന്നിട്ടാണ് പോലീസുകാരൻ പറയുന്നത് ഓക്കെ നിന്നെ എന്തായാലും പെട്ടെന്ന് കൊല്ലാൻ പോകുന്നില്ല,
നിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അഴിച്ചുവിടും. നിനക്കൊരവസരം കൂടി. ഈ ഒരു 750 കിലോമീറ്റർ നീ രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാലേ നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു പക്ഷേ നീ ഞാൻ പറഞ്ഞ ആ 1 കിലോമീറ്റർ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ അപ്പം തന്നെ ഞാൻ കൊല്ലും. പക്ഷെ അതിനു മുന്നേ ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളെയും ചെയ്യുന്ന ആ ഒരു കാര്യം നിന്നെ ചെയ്യാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ്റെ നാക്ക് അങ്ങനെ പിടിച്ച് വെളിയിലേക്ക് വെച്ച് ആ ഒരു കത്തി കൊണ്ട് നാക്കറുത്തം കളയും. എന്നിട്ട് ആ ഒരു നാവെടുത്തടുത്തുള്ള സിങ്കിലിടുകയാണ്. ഹീറോയിനാണെങ്കിൽ വേദന കൊണ്ട് കരഞ്ഞ് അവസാനം ഈ രക്തം ഒരുപാട് പോയതുകൊണ്ട് തന്നെ അവളുടെ ബോധവും പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹീറോയിൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ കൈയൊന്നും കെട്ടിയിട്ടില്ല, കൈയും കാലും കെട്ടിയിട്ടില്ല. അപ്പോൾ ഹീറോയിൻ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് താഴെ യുവമാർ ആ കട്ട് ചെയ്ത കത്തി ഉണ്ടല്ലോ, ആ ഒരു കത്തി ഇപ്പോൾ ആ ഒരു സിങ്കിൽ നിന്ന് എടുത്തിട്ട് അതും കൊണ്ട് യുവമാർ എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ 2 എണ്ണം ഈ ഒരു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മുടെ ഹീറോയിൻ പുറകിലത്തെ ആ ഒരു ഡോർ തുറന്ന് പതിയെ വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്നതും ഇപ്പം ഈ ഒരു 2 സൈക്കോകളും ജനാലയിലൂടെ ഈ ഒരു കാര്യം കണ്ടു. അപ്പോഴേക്കാണ് ആ ഒരു സഹോദരൻ ഈ ഒരു പോലീസുകാരനോട് പറയുന്നത്, ചേട്ടാ അവളിതേ രക്ഷപ്പെട്ടു പോയി, അവളെ പുറകെ പോയി കൊല്ല് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ആണെങ്കിലേ ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കി വിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഓടുന്നു. ഈ ഒരു സൈക്കോ ആണെങ്കിലോ അവളുടെ പുറകെ തന്നെ കാർ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതുപോലൊരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അങ്ങനെ ഹീറോയിൻ പതിയെ ഒരുപാട് ദൂരം വന്ന് ഇപ്പോൾ ക്ഷീണിച്ച് കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ ഈ 1 കിലോമീറ്റർ ദൂരം നോക്കുമ്പോഴത്തേക്കാണ് അവൻ പറഞ്ഞതുപോലെ തന്നെ അത്രയും ദൂരം അവൾ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സൈക്കോ ആയാലും പെട്ടെന്ന് അവളെ നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ബോധമില്ലാതെ നേരെ താഴേക്ക് ഒന്ന് വീഴും. ഇപ്പൊ അവളെ കൊണ്ട് ഒട്ടും അനങ്ങാൻ കഴിയുന്നില്ല. ആ ഒരു സമയത്താണ് ഈ ഒരു സൈക്കോ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കുപ്പി വെള്ളം എടുത്ത് അവളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് നല്ലതുപോലെ കുടിച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ ആ ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കാതെ അത് തുറന്ന് തറയിലേക്ക് കളയാണ്. ഇത് കാണുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ, ഓ അപ്പോൾ നിനക്ക് അത്ര അഹങ്കാരമല്ലേ, ഓക്കെ നിനക്കൊരു അവസരം തരാം രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞ ആ ഒരു തോക്കും ഒരു ബുള്ളറ്റും താഴേക്കിട്ട് ഇതെടുത്ത് തന്നെ ഷൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം എന്നും പറഞ്ഞിട്ട് അവൻ നേരെ കാറിനടുത്തേക്ക് പോകുന്നതും ഹീറോയിൻ ഇപ്പോൾ ആ ഒരു തോക്കെടുത്ത് ബുള്ളറ്റും ലോഡ് ചെയ്ത് നേരെ ആ ഒരു സൈക്കോടെ നേർക്ക് തോക്കും ചൂണ്ടി നിന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് അവൾ തന്നെ അവളുടെ ശരീരത്തിലേക്ക് ഷൂട്ട് ചെയ്ത് അവൾ മരിച്ച് താഴേക്ക് വീഴാണ്. ഇത് കാണുന്നതും ആ ഒരു പോലീസുകാരന് അത്രയും ദേഷ്യം. കാരണം ഈ സൈക്കോളെ അറിയാലോ, അവന്മാരൊരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് അത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിരിക്കും. അവൻ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാനാണ് നിന്നെ കൊല്ലേണ്ടത്, നീ എന്തിനാ ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നതും ഇവിടെയാണ് ഒരു ടെസ്റ്റ്. ഹീറോയിൻ മരിച്ചിട്ടില്ലായിരുന്നു, അവൾ വെറുതെ കാണിച്ചതാണ്. പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തി എടുത്ത് അവൻ്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്തുകൊണ്ട് അവൻ താഴെ വീണിട്ട് വീണ്ടും എഴുന്നേറ്റ് ഹീറോയിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വരുമ്പോൾ അവളൊരു കല്ലെടുത്ത് അവൻ്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അടിച്ച് താഴേക്കിട്ട് ഇപ്പം അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ആ ഒരു പോലീസുകാരൻ്റെ വണ്ടിയിലേക്ക് കയറിയിട്ട് അതിനകത്തേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോലീസുകാരനാണെങ്കിലോ പതിയെ എഴുന്നേറ്റ് ആ ഒരു തോക്കെടുത്ത് കയ്യിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും അതിൽ ബുള്ളറ്റ് ഇല്ല. കാരണം ബാക്കി ബുള്ളറ്റെല്ലാം അവൻ്റെ വണ്ടിയിലേക്കാണ്. ഇനിയിപ്പോൾ എന്തായാലും മരിച്ചു എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നതും ഹീറോയിൻ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ കൊണ്ടുവന്നിട്ട് പോലീസുകാരന് ഒരു ഒറ്റയടി. അവൻ്റെ കഥ അതോടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയില്ല. ഹീറോയിൻ കുറേ ദൂരേക്ക് വണ്ടി കൊണ്ടുവന്ന് പെട്ടെന്ന് തിരിച്ച് അവളുടെ നാവുണ്ടല്ലോ അതെടുക്കാൻ വേണ്ടി വീണ്ടും ഈ ഒരു ഗ്യാരേജിലേക്ക് വരികയാണ്. കാരണം ഈ ഒരു നാവ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും തയ്ച്ചു വയ്പ്പിക്കാം എന്നുള്ള രീതിയിൽ അവൾ ആ ഒരു ഗ്യാരേജിനകത്തേക്ക് കയറി പതിയെ ആ ഒരു സിങ്കിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ നാവെടുത്ത് ഈ ഒരു ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് ഐസെല്ലാം വാരി ഒരു പാത്രത്തിലേക്ക് ആക്കി അതിലേക്ക് ഈ ഒരു നാവ് വെച്ചിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സഹോദരനുണ്ടല്ലോ അവൻ അവിടെ വന്ന് നിൽക്കുന്നു. ഓക്കെ ഇനി ഇവനും കൂടിയുള്ളതെന്ന് പറഞ്ഞ് ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവളുടെ കയ്യിലുള്ള ആ ഒരു തോക്ക് അങ്ങനെ എടുത്ത് ആ ഒരു സഹോദരൻ്റെ കഴുത്തിലേക്ക് കുത്തിയങ്ങിറക്കും. അങ്ങനെ അവനെയും കൊന്ന് ഇപ്പോൾ ആ ഒരു കാറും എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും അവളുടെ ബോയ് ഫ്രണ്ട് അവളിങ്ങനെ നിർത്താതെ വിളിക്കുന്നുണ്ട്. പക്ഷേ അവൾ എന്തായാലും ഫോൺ എടുക്കത്തില്ല. അതെടുത്ത് അങ്ങനെ റോഡിലേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതും ഇപ്പോൾ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.